ഹായ്. അനീഷ് അൻവർ സംവിധാനം ചെയ്ത രാസ്ത എന്ന മൂവിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ അനഘ നാരായണൻ, സർജോ സർജോ ഖാലിദ്, സുധീഷ്, ടി രവി, പിന്നെ ഇർഷാദ് അലി, ആരാധ്യ, അങ്ങനെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളെല്ലാം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരു വൺ ടൈം മൂവിയാണ്. നമ്മൾ ഈ ആടുജീവിതമൊക്കെ കണ്ട പോലെ തന്നെ അതില് കുറച്ച് മരുഭൂമിയിലുള്ള കുറെ സീക്വൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലും ഉണ്ട്. ഏകദേശം സിനിമ 2 മണിക്കൂറും 7 മിനിറ്റോളം ഉണ്ട്. അപ്പൊ സിനിമയുടെ കഥയിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഫൈസലിന്റെ അടുത്തോട്ട് ഷഹാന എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് വരികയാണ്. ആ പെങ്കൊച്ചിന്റെ ഉമ്മയെ തേടി വരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഷഹാന ഫൈസലിന്റെ കൂടെയാണ്, അതായത് ഫൈസലിന്റെ കൂടെയാണ് നടക്കുന്നതും അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അന്വേഷണ ഗ്യാങ്ങിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ സുധീഷ്, പിന്നെ അതുപോലെ നമ്മുടെ ഇർഷാദ് അലി, പിന്നെ സർജോ ഖാലിദ്, അതായത് നമ്മുടെ നായക കഥാപാത്രം. അങ്ങനെ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഈ പെങ്കൊച്ചിന്റെ ഉമ്മയെ തിരഞ്ഞു നടക്കുന്നതും അങ്ങനെ തിരയാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് ഇവരൊരു സൺസെറ്റ് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ആ സൺസെറ്റ് കാണാൻ വേണ്ടി നിന്ന സമയത്ത് ഇവർക്ക് വഴി തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ രാത്രിയിലായ കാരണം കൊണ്ട് പിന്നെ പകല് നമുക്കതിന് വഴി കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ച് ഇവര് പിന്നീടുള്ള യാത്രകളെല്ലാം രാവിലെ ആക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവര് മരുഭൂമിയിൽ കുടുങ്ങുകയാണ്. അതും 1-2 ദിവസം, ഏകദേശം ഒരു 3 ദിവസത്തോളം ഇവര് ആ മരുഭൂമിയിൽ കുടുങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരെ കാണാതായപ്പോൾ നമ്മുടെ പോലീസുകാരും അതേപോലുള്ള ആൾക്കാരെല്ലാവരും വന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം വന്ന് നോക്കും, കാണില്ല. 2ാമത്തെ ദിവസം വന്ന് നോക്കും, കാണില്ല. അങ്ങനെ 3ാമത്തെ ദിവസം ആണ് ഇവരെ കണ്ടെത്തുന്നത്. കണ്ടെത്തിയിട്ട് ഇവരെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ രക്ഷാപ്രവർത്തനത്തിൽ ഒരാള് മരണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ മരണപ്പെടുന്നത് നമ്മുടെ ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടി തന്നെയാണ് മരണപ്പെടുന്നത്. അതായത് ഉമ്മാനെ തേടി പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും അതിൽ നിന്ന് മരണപ്പെട്ടു പോവുകയൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ മരുഭൂമിയിലുള്ള ഒരുപാട് സീനുകളുണ്ട് കേട്ടോ. മരുഭൂമിയിലൂടെ ഒറ്റപ്പെട്ടിട്ട് വെള്ളവും കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും പിന്നെ അവിടുത്തെ ചൂടും മരുഭൂമിയിലെ കാറ്റും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ അവര് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ അത് വർക്കൗട്ടും ആയിട്ടുണ്ട്. പിന്നെ പോരാത്തിന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല സോങ്ങുകളും ഉണ്ട്. അപ്പൊ അതിലിടക്ക് ഫൈസലിന്റെ ഒരു കുറച്ച് ലവ് സീനും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഓവറോൾ ഈ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൺ ടൈം മൂവി ആയിട്ട് നമുക്കത് കണ്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഭയങ്കര വലിയൊരു മൂവി ഒന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. പക്ഷെ അത് കണ്ടവർക്ക് മനസ്സിലാവും. കാണാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കൂ, രാസ എന്ന് പറഞ്ഞ പടം. അപ്പൊ എനിക്ക് ഓവറോൾ ഈ പടം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.